ഇന്ത്യക്കാരുടെ കനേഡിയൻ ഡ്രീംസ് അവസാനിക്കാൻ പോവാണ്. ഒരു ഫ്ലോ ഉണ്ടാകത്തില്ല. ഇന്ത്യ എന്ന് മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു വെസ്റ്റേൺ വേൾഡിലേക്കുള്ള ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ സ്കെപ്റ്റിക്കലായിട്ടാണ്, വളരെ സംശയത്തോടെ മാത്രമേ ലോകം കാണുന്നുള്ളൂ. മുൻകാലങ്ങളിൽ നമുക്ക് ഒരു ലേബർ ഫോഴ്സിനെ ആവശ്യമുണ്ടായിരുന്നു. അതിനേക്ക് ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ ഇന്നൊരു പരിധി വരെ ഈ ലേബർ ഫോഴ്സിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റീപ്ലേസ് ചെയ്യും. അതല്ല എൻ്റെ ചോദ്യം തന്നെ. ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള പല സർവീസ് ഉണ്ട്, കാരണം എല്ലാ രാജ്യത്തിനും വേണ്ടി. അത് കാനഡ സഫീഷ്യൻ്റ് ആണോ അല്ലേ? ഇതാണ് ചോദ്യം. ഇന്ന് തീർച്ചയായിട്ടും മെഡിക്കൽ ഇൻഡസ്ട്രിയൊക്കെ ഇന്ന് എക്കാലവും ഒരു പരിധി വരെ ഇന്ത്യക്കാർ വളരെ ക്രെഡിബിളായിട്ട് ജോലി ചെയ്യുന്നതാണ്. കാര്യം രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ട്. ഇപ്പം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പണ്ട് തൊട്ടേ എൻ്റെ ഒരു അഭിപ്രായം പല വ്യക്തത എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ചൊരു ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നത് നേഴ്സിംഗ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ കൂടെ ഭാവമാണ്. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു വ്യക്തിയെ കണ്ടപ്പോൾ എന്നോട് ഒരു നാട്ടിലെ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രി ജോലി ചെയ്യുന്നതാണ്. പുള്ളിക്കാലത്ത് നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടുള്ള ജോലി ചെയ്യുന്നൊരു നേഴ്സിംഗ് ഹോമിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ അവരോട് വളരെ മോശമായിട്ടാണ് ഈ പ്രായമുള്ള മനുഷ്യരോട് പെരുമാറുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്നോട് അവർ പറയും, ഇവർ പറഞ്ഞ് അറ്റൻഡ് ചെയ്തെന്ന് പറയും. എന്നിട്ട് ചോദിച്ചാണ്, ഷിജു എനിക്കതിനെ കാണുന്നത് നമ്മുടെ അമ്മച്ചിയുടെ കൂട്ടാണ് തോന്നുന്നത്, ഞാൻ എങ്ങനെയൊരു ഉദക്കത്തിൽ പോയി ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നതാണ്. ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മനസ്സിലുണ്ട്. അതൊരു സർവീസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റീസ്, നമുക്ക് എബിലിറ്റീസ്, ഇതൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ആടി പോലുമാണ്. അതല്ല എൻ്റെ ചോദ്യം, അതല്ലേ. അതേപോലെ തന്നെ കടകൾ, മിക്ക മറ്റുള്ള ഷോപ്പുകൾ, ഈ സംഭവത്തിനൊക്കെ ഫിസിക്കൽ ഹ്യൂമൻ ആണ്. അതിൻ്റെ അകത്ത് AI ഒന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല സർവീസിൻ്റെ പല ഭാഗത്തും. അപ്പോൾ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മാൻ പവർ ഉണ്ടോ ഇല്ലേ? കാരണം ഇവിടെ വരാൻ കുട്ടികളൊക്കെ വളരെ ഇല്ലീഗലായിട്ട് പലയിടത്തും പോയി ജോലി ചെയ്ത്, കാരണം അവിടെ ജോലി വേക്കൻസി ഉണ്ട്. കാരണം അവിടെ റീപ്ലേസ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് എടുക്കുന്നത്. കാനഡയ്ക്ക് ആവശ്യമുണ്ട്. കാനഡയുടെ എക്കോണമി എന്ന് പറയുന്നത് മാത്രമല്ല, വളരെ ഗ്രോയിങ് എക്കോണമി ആയതുകൊണ്ടും കാനഡയുടെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കുറവായതുകൊണ്ടും തീർച്ചയായിട്ടും കാനഡയിലേക്ക് പുതിയ ആൾക്കാരെ ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ ആ വരുന്ന ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വരുമോ എന്ന് സംശയിക്കണം. കാരണം വലിയ എത്നിക് പോപ്പുലേഷനുണ്ട്. നമ്മൾ പലപ്പോഴും ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ക്വാളിറ്റി നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഈ കൂടി വരുന്നത് തീർച്ചയായിട്ടും കൺട്രോൾഡ് ആയിരിക്കാനാണ് സാധ്യത.